കട്ട് ചെയ്യുമ്പോൾ ഇലക്ക് കേടൊന്നും ഇല്ലെങ്കിൽ ചുവട്ടിൽ തന്നെ ഇട്ടാൽ മതി. അതിൻ്റെ ശിഖരത്തിന് കണ്ടോ, ഇതുപോലെ ചുവട്ടിലിട്ടാൽ മതി. അതൊരു വളമായിട്ട് തീർന്നോളും. കണ്ടോ, ഒരു കേടും ഇല്ലായിരുന്നു. അതുകൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഞങ്ങളത് ചുവട്ടിൽ തന്നെ ഇട്ടു. ചുവട്ടി ഇടുമ്പോൾ അത് വളമായി തീർന്നോളും. പിന്നെ വേറെ വളം ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എല്ലാം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നല്ല വളമൊക്കെ കൊടുക്കണം. ഉണ്ടോ, ഇതുപോലെ നല്ല തളിരില വരും. നമ്മുടെ മാവ് പർപ്പിളാണ്. ഒന്നര മാസത്തിനുള്ളിൽ വന്നു. കട്ട് ചെയ്ത് 1.5 മാസത്തിനുള്ളിൽ വന്നു തളിരലി. കേടില്ലാത്ത ശിഖരം, എന്നാലും കട്ട് ചെയ്യുകയാണെങ്കിൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും. കണ്ടോ, നല്ല ശിഖരമല്ലേ. ഹലോ കൂട്ടുകാരെ, ഞങ്ങളിങ്ങനെയാണ് മാവ് പ്രൂണിങ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ പ്രൂണിങ് ചെയ്യുക. അതായത് മാവ് പൂക്കുന്നതിന് മുമ്പേ ചെറിയ കമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. സൂര്യപ്രകാശം തടിയിലില്ലേ അടിച്ചാൽ ഫംഗസ് രോഗമൊക്കെ കുറയും. അതുപോലെ തന്നെ ഫംഗസ് രോഗമൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് മുകളിൽ തേച്ചൊരു കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. 1 ഇഞ്ച് അകലം, 1 ഇഞ്ച് 1.5 ഇഞ്ച് അകലത്തിൽ വേണം കമ്പ് വെച്ച് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാനേ. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബോർഡോ മിശ്രിതം പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടുകയും ചെയ്യാം. പിന്നെ വളം ഇട്ട് കൊടുക്കണം. എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ കൂട്ടി, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ കൂട്ടി വളം ഇട്ട് കൊടുക്കുക. 1.5 മാസം കഴിയുമ്പോഴത്തേനും ഇല്ലേ തളിരില വരുവേ. തളിരില വരുമ്പോൾ ഇല്ലേ അപ്പോൾ ഇലയ്ക്ക് കേടുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്യാച്ച് എന്ന ഒരു കെമിക്കലുണ്ട്, നല്ലൊരു മരുന്നാണേ. അത് സ്പ്രേ ചെയ്യണം. അതെങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇല്ലേ, അത് 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യണം. അപ്പോൾ അത് മാറിക്കോളും. മഴ കുറവുള്ള സമയത്ത് വേണം ഇത് കട്ട് ചെയ്യാനേ. പ്രൂണിങ് മഴ കുറവുള്ള സമയത്താണ് ചെയ്യേണ്ടത്. അതായത് മഴയുടെ ആരംഭത്തിലോ അല്ലെങ്കിൽ മഴയുടെ അവസാനത്തിലോ, മഴക്കാലത്തിൻ്റെ ആരംഭത്തിലോ മഴക്കാലം കഴിയുന്ന അവസാനത്തിലോ ചെയ്യണം. അതായത് മെയ് മാസത്തിൽ നമുക്ക് ചെയ്യാം. ജൂൺ ജൂലൈയിലൊക്കെ ഭയങ്കര മഴയല്ലേ. അപ്പം മെയ് മാസത്തിലൊക്കെ ചെയ്യാം. ആരംഭത്തിലേ, മഴയുടെ ആരംഭത്തിൽ ക്യാച്ച് എന്ന കെമിക്കൽ അടിക്കുകയാണ് നല്ലതാണ് ഇല കേടായാലേ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലല്ലേ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്യാം. ഇങ്ങനെ മഴയുടെ ആരംഭത്തിലോ അല്ലെങ്കിൽ മഴയുടെ അവസാനത്തിലോ, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പിലോ മഴക്കാലം തീരുന്നതിന് മുമ്പിൽ. കേട്ടോ, ഞങ്ങളിങ്ങനെ എല്ലാം കട്ട് ചെയ്ത് നിർത്തി വെക്കുകയാണ്. ഇത് കട്ട് ചെയ്ത ചെറുപ്പത്തിലേ കട്ട് ചെയ്തതാണേ. അത് കഴിഞ്ഞ് പിന്നെ വളർന്നു വന്നു. കണ്ടോ, ഇങ്ങനെയുള്ള ഏരം വേണം കട്ട് ചെയ്യാൻ. 1 ഇഞ്ചോ 1.5 ഇഞ്ച് അകലത്തിൽ ഇതൊക്കെ കമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്യാം. കേട്ടോ, ഇങ്ങനെ ബ്രാഞ്ചായിട്ട് ശാഖകളായിട്ട് നിൽക്കുന്നിട നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇല്ല കരുത്തറ്റ് വളരുകയെ, അത് കഴിഞ്ഞിട്ട് നല്ല കായ്ഫലം കിട്ടുകയും ചെയ്യും. ഇതുകൊണ്ട് ഇതുപോലെ ഇവിടെ ഈ കവട്ടയുടെ അവിടെ, മലയാളത്തിൽ പറഞ്ഞ കവട്ട എന്ന് പറയും. ഇതുകൊണ്ട് ഇവിടെ അങ്ങ് കട്ട് ചെയ്യുക. 1/2 ഇഞ്ച് അല്ല 1 ഇഞ്ച് 1.5 ഇഞ്ച് അകലത്തിൽ വെച്ച്. കണ്ടോ, ഇത് ഞങ്ങൾ കട്ട് ചെയ്തതാണ്. നമ്മുടെ മാവ് പർപ്പിളാണ്, അത് കട്ട് ചെയ്തതാണ്. നമ്മുടെ മാവ് ഗ്രീന്, അത് അവർ തന്നെ മേടിച്ചപ്പം തന്നെ അവർക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ തന്നാണ് മുളച്ച് കഴിഞ്ഞിട്ട്. ഇതുണ്ടോ, അപ്പം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. അധികം പൊക്കമൊന്നും ഉണ്ടാകാതെ അപ്പം നല്ല കായ്ഫലം തരികയും ചെയ്യും. കേട്ടോ, ഇവിടെ തളിരില വരുന്ന കണ്ടോ, ഇത്രയും വന്നു. തളിരിലയ്ക്ക് കേടായ ഉടനെ നമ്മൾ ആ ക്യാച്ച് അടിക്കണം കേട്ടോ, കെമിക്കലാണ്. അത്
2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് ഈ തളിരില തളിച്ചാൽ മതി. അപ്പോൾ ആ കേട് മാറും. കണ്ടോ, ഈ കവട്ടി മുകളിലോട്ടുള്ള ഏരവും കട്ട് ചെയ്യാം. ഞാൻ ഇത് ഈ നാംഡോക്ക് മാവ് ഗ്രീനാണ്, ഇതിനും ഞങ്ങളിങ്ങനെ കട്ട് ചെയ്ത്. കണ്ടോ, അപ്പോൾ എന്ത് കായ്ഫലം, ഈ വർഷം നല്ലപോലെ കായ്ഫലം കിട്ടി. കണ്ടോ, ഇവിടെ കട്ട് ചെയ്ത് എന്നിട്ട് ബോർഡോ മിശ്രിതം പേസ്റ്റ് രൂപത്തിലാക്കി പരട്ടി. കണ്ടോ, ബോർഡോ മിശ്രിതം പുരട്ടിയേക്കുന്നത്. എന്നിട്ട് ചുവട്ടി വളവും ഇട്ട് കൊടുത്തു. എല്ലാം മുളച്ച് വരുന്നുണ്ട് ഇലകളെ. അങ്ങനെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ പ്രൂണിങ് ചെയ്യും. ഇനി ഈ കായ്ഫലം എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പ്രൂണിങ് ചെയ്യും. എന്നാൽ തന്നെ സെപ്റ്റംബർ ഒക്കെ ആകും. കണ്ടോ, സൂര്യപ്രകാശം ഇങ്ങനെ തടിയിലടിച്ചാൽ ഫംഗസ് രോഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും. പിന്നെ ഫംഗസ് രോഗം ഉണ്ടാകാതിരുന്നോളും. ഒരിഞ്ച് അകലം ഒക്കെ നമ്മൾ നിർത്തണം കമ്പേ, എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. ബോർഡോ മിശ്രിതം ഇല്ലെങ്കിൽ സാഫ് പരട്ടിയാൽ മതി. തളിരില പെട്ടെന്ന് വരും. മഴ കുറവുള്ള സമയത്ത് അങ്ങനെ ചെയ്താൽ മതി. നല്ല വെയിൽ വേണം മാവ് കായ്ക്കണേൽ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട തളിരില വരുന്നത്, ഇതിലെല്ലാം പൊട്ടി വരുന്നുണ്ട്. കണ്ടോ, 1.5 ഇഞ്ച് 1.5 ഇഞ്ച് അകലത്തിൽ വെട്ടി വെക്കുന്നുണ്ട്. ഇവിടെ തളർത്ത് വരുന്നു. അപ്പം നല്ല കരുത്തിട്ട് ശേരങ്ങൾ വരും, പടർന്ന് പന്തലിച്ചേക്കും കായ്കൾ തരും. പൊങ്ങിപ്പോകാതിരിക്കും, നമുക്ക് നിലത്ത് നിന്ന് പറിക്കാമല്ലോ. ചെറിയ മാവിനൊക്കെ സ്പ്രേ ചെയ്യാൻ ചെറിയ സ്പ്രേയർ മതിയേ. ഇവിടെ ഒരു സ്പ്രേയർ ഇല്ലായിരുന്നു, കേടായിപ്പോയി. അതിൻ്റെ ഒരു ചെറിയ സ്പ്രേയർ മേടിച്ചു. അതുപോലെ തന്നെ സ്പ്രേയർ വലിയ മാവിന് സ്പ്രേ ചെയ്യുന്ന വലിയ സ്പ്രേയറുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കഴുകി കമത്തി വെക്കണം, അല്ലെങ്കിൽ പല സൈസ് മരുന്നില്ലേ, അപ്പം ഭയങ്കര മണമായിരിക്കും. പിന്നെ ഇതുകൊണ്ട് ചെറിയ മാവൊക്കെ സ്പ്രേ ചെയ്യാൻ സ്പ്രേയർ കണ്ട്, ചെറിയ സ്പ്രേയർ. പിന്നെ വലിയ മാവിന് സ്പ്രേ ചെയ്യാൻ വലിയ സ്പ്രേയർ വേണം. ഇത് നല്ലതാണ് സ്പ്രേ ചെയ്യാൻ. 160 രൂപയൊക്കെ ഉള്ളൂ. അത് മേടിച്ച് വെച്ചാൽ നല്ലതാണ്. ഇത് കട്ടർ, ഇതുകൊണ്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. പ്രൂണിങ് ഈ മാവൊക്കെ പ്രൂൺ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് ക്യാച്ച് എന്ന് പറഞ്ഞ കെമിക്കൽ. അത് നല്ല മരുന്നാണ് കേട്ടോ. വിഷം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് വലിയ സ്പ്രേയർ കണ്ടോ, കഴുകി കമത്തി വെച്ചേക്കുന്നു. ഉപയോഗം കഴിഞ്ഞിട്ട് കഴുകി കമത്തി വെക്കണം, അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും പിന്നെ എടുക്കുമ്പോൾ. കണ്ടോ, ഞങ്ങൾ കഴുകി കമത്തി വെച്ചേക്കുവാണ്. മുഴുത്ത സ്പ്രേയർ. ഇതാണ് കട്ട് ചെയ്യുന്ന കത്രിക. കട്ടിങ്